നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഗർഭിണികളുള്ള ഛർദിയുടെ ഒരു പരിഹാര മാർഗം എന്താണെന്ന് മനസ്സിലാക്കാം. ഗർഭിണികളുടെ ഛർദി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗർഭിണികളാകുമ്പോഴത്തേക്കും വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഛർദി എന്നുള്ളത്. ഗ്യാസ്, അസിഡിറ്റി, അതുമൂലം ഛർദി വരിക. ഇതൊരു കോമൺ ഫിനോമിനാണ്. മിക്കവാറും ഗർഭിണികൾ അനുഭവിക്കുന്ന ഒന്നാണ്. എന്നാലും ഇതിനൊരു കുറവ് വരാതെ കറക്റ്റായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാനൊന്നും ആദ്യത്തെ 3 മാസമോ 4 മാസമോ സാധിക്കാറില്ല. ഹോർമോൺസിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഛർദി വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ പോലും എന്തെങ്കിലും ഒരു റെമഡി കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പറെമിസിസ് ഗ്രാവിഡോർ എന്ന് പറയും, കൂടുതലായിട്ട് ഛർദിയുള്ള ആൾക്കാർ, വളരെ ഛർദിച്ചിട്ട് ഒന്നും കഴിക്കാനോ കുടിക്കാനോ പറ്റാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് തേടണം. ഇതിന് ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്, ഇതിന് മെഡിസിൻ ഉണ്ട്, കുപ്പി മരുന്നായിട്ടും അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റ് രൂപത്തിലും എങ്ങനെയാണോ കഴിക്കാൻ സൗകര്യം ആ രൂപത്തിൽ ഇതിന് മെഡിസിൻ ഉണ്ട്. അത് കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും പറ്റാത്ത രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ നമുക്ക് സഡൻലി നിർത്തുവാനോ പാടുള്ളതല്ല. ഈ ഛർദിനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇതിനെ കുറച്ച് നിർത്താൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ അല്ലാണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി ഇല്ല. അത് ഉണ്ട്, പക്ഷെ ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും ഭയങ്കര ഛർദിയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് ഛർദി കുറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ചതച്ചിട്ട വെള്ളം, പിന്നെ ഒരു 2-3 ഗ്ലാസ്സിൽ 3 ഏലക്ക ചതച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ബൈ സിപ്പായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. കരിക്ക് വെള്ളത്തിൻ്റെ അകത്ത് ഏലക്ക, അതായത് ഇളനീരിൻ്റെ അകത്ത് ഏലക്ക ചതച്ചിട്ട് അത് കഴിക്കുക എന്നുള്ളതും, മലര് വെന്ത വെള്ളം കഴിക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ താൽക്കാലിക പരിഹാരം. പക്ഷേ ഇതുമൂലം നിങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അത് കുട്ടിയുടെ ആരോഗ്യത്തെയും അമ്മയുടെ ആരോഗ്യത്തെയും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നൊരു ഇൻഫോർമേഷൻ തരാനുള്ള ഒരു വീഡിയോ കൂടിയായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമ്മളിത് പലപ്പോഴായിട്ട് സംസാരിച്ചൊരു വിഷയമാണ് ഗർഭിണി ഛർദി അല്ലെങ്കിൽ ഗർഭിണികളിലുള്ള വോമിറ്റിംഗ് എന്നുള്ളത്. പക്ഷേ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഡോക്ടർമാരെ പരിഹരിക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതുകൊണ്ടും കൂടുതൽ ഛർദിയുള്ളവർ ചിലപ്പോൾ ഭയങ്കര ഡീഹൈഡ്രേഷൻ വരെ ആയിട്ട് ഗ്ലൂക്കോസൊക്കെ ഇടേണ്ട അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്, അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.